സർ, പ്ലീസ്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. കവിളിൽ പതിഞ്ഞിരുന്ന അവന്റെ വിരലുകൾ പറിച്ചെടുത്തുകൊണ്ട് അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. ഒരു നിമിഷം റയാന്റെ നോട്ടം അവളുടെ കരിനീല മിഴികളുടെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി. ഒരുപക്ഷെ തനിക്ക് പിഴവ് പറ്റിയോ എന്നുപോലും സംശയിച്ചു പോയ ഞൊടികളായിരുന്നു അത്. നീ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നൊക്കെ പിന്നെ തീരുമാനിക്കാം. പക്ഷേ ഇപ്പൊ വിളിച്ച വിളി ഇനി നിന്റെ നാവിൽ നിന്ന് വീഴരുത്. വെടുന്നനെ മാറി മറിഞ്ഞ് അവന്റെ ഭാവം കാണെ ആമി അമ്പരപ്പോടെ അവനെ നോക്കി. നീ എന്റെ ഭാര്യയാണെന്നൊക്കെ വീമ്പിളക്കിയിട്ട് നീ കയറി സാറേന്ന് വിളിച്ചാൽ ഞാൻ ആരായി? അല്ലേ തന്നെ ഞങ്ങൾ നസ്രാണികൾക്ക് കെട്ടിയോളുമാരി ഇച്ചിരി കൊഞ്ചലോടെ ഇച്ചായ എന്നോ അച്ചായ എന്നോ ഒക്കെ വിളിക്കുന്നത് കേൾക്കാനാ ഇഷ്ടം. അതുകൊണ്ട് നീയും അങ്ങനെ വിളിച്ചേച്ചാൽ മതി. കേട്ടോടി ഭാര്യയെ. അവളുടെ ചുവന്ന ചൊടികളെ ഒന്ന് ഞരടി വിട്ടുകൊണ്ടായിരുന്നു അവന്റെ ആ ചോദ്യം. അപ്പോഴും അവനെ മനസ്സിലാക്കാൻ കഴിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു ആമി. ഒരുപക്ഷെ റയാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന പെണ്ണാവും ആത്മിക. എന്നിട്ടും അതേ പെണ്ണിനെ തന്നെ അവൻ ചേർത്ത് പിടിക്കുന്നത് എന്തിനാണെന്ന് മാത്രം അവൾക്ക് മനസ്സിലായിരുന്നില്ല. മതി നിന്ന് മോങ്ങിയത്, കയറി കിടന്നുറങ്ങാൻ നോക്ക്. പറഞ്ഞതും അവൾ അങ്ങനെ തന്നെ ബെഡിലേക്ക് തള്ളിയിരുന്നു അവൻ. നിമിഷങ്ങൾക്കുള്ളിൽ മുറിയിലെ വെളിച്ചമണന്ന് ബെഡ് ലാമ്പ് തെളിഞ്ഞു. ഇനി ഇവിടെ കിടന്ന് മോങ്ങാനാണ് പ്ലാനെങ്കിൽ ചവിട്ടിക്കൂട്ടി ഞാൻ പറമ്പിൽ കളയും. അത് വേണ്ടെങ്കിൽ മര്യാദയ്ക്ക് കിടന്നുറങ്ങിക്കോണം. ബെഡിന്റെ മറുവശത്തേക്ക് വന്നു കിടന്നുകൊണ്ട് അവൻ മുരണ്ടതും ആമി മറുപടിയൊന്നും പറയാതെ കിടക്കയിലേക്ക് ചുരുണ്ടുകൂടി കിടന്നു. കണ്ണുകൾ അനുസരണയില്ലാതെ പെയ്തൊഴുകിക്കൊണ്ടിരുന്നെങ്കിലും ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാൻ അവൾ പുതപ്പ് കൊണ്ട് വായ അമർത്തി പിടിച്ചു. പക്ഷേ റയാൻ അതൊന്നും ശ്രദ്ധിക്കാതെ കണ്ണുകളടച്ച് കിടക്കുകയായിരുന്നു. മമ്മി. ആമിയോട് സംസാരിച്ചിട്ട് അടുക്കളയിൽ ചെന്ന് നിൽക്കുകയായിരുന്ന റൂബിയുടെ അരികിൽ ചെന്ന് ജസീന്ത വിളിച്ചു. ആ, നീ ഉറങ്ങിയില്ലായിരുന്നോ ജെസ്സി? മമ്മി എന്നാ കിടക്കാൻ പോകാഞ്ഞത്? അവൾ മറുചോദ്യം ചോദിച്ചതും റൂബി അസ്വസ്ഥതയോടെ മുഖം കുനിച്ചു. ഓ, മനസ്സിനൊന്നും ഒരു സുഖമില്ല മോളെ. റയാന്റെ കാര്യം ഓർത്തിട്ട് കിടന്നാലും ഉറക്കം വരുമെന്ന് തോന്നുന്നില്ല. ഇവിടെ ഇപ്പോൾ എല്ലാവരുടെയും അവസ്ഥ അതൊക്കെ തന്നെയല്ലയോ മമ്മി? ഞാൻ കേട്ടായിരുന്നു ഇച്ചിരി മുന്നേ മമ്മി അവളോട് സംസാരിക്കുന്നത്. പറയാതെ വയ്യല്ലോ. അവന്റെ ജീവിതം തുലയുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുമോ? റൂബി ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. അവനിങ്ങനെ എടുത്തു ചാടിയൊരു തീരുമാനം എടുക്കണ്ടായിരുന്നു അല്ലേ മമ്മി? ഇതിപ്പോ ആ കൊച്ച് വീട്ടിലോട്ട് വന്ന് കയറിയ നേരം മുതൽ ചങ്കിനകത്തൊരു പിടച്ചില്ല. ആ, പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. വരാതിനുള്ളത് വഴി തങ്ങത്തില്ലല്ലോ. കണ്ടിട്ടൊരു പാവം കൊച്ചാന്ന് തോന്നുന്നു. പക്ഷേ അവള് വന്ന വഴി ഓർത്തിട്ട് എന്റെ നെഞ്ച് വിങ്ങുവാ. റയാന്റെ മിന്നും കഴുത്തിലിട്ടോണ്ട് അവള് വീണ്ടും ആ വഴിയെ സഞ്ചരിക്കാൻ തുടങ്ങിയാൽ ഓർത്തിട്ട് എനിക്കൊരു സമാധാനവുമില്ല. റൂബിയും തന്റെ ആശങ്ക പങ്കുവച്ചു. അപ്പോഴായിരുന്നു അവരുടെ സംസാരം കേട്ടുകൊണ്ട് റോബിൻ അങ്ങോട്ട് വന്നത്. എല്ലാരും കിടന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ അമ്മാവിയും മരുമോളും കൂടി അടുക്കളയിൽ നിന്നെന്തുവാ ഈ കുശുകുശുക്കുന്നേ? അകത്തേക്ക് കയറി വന്നിരുവരെയും മാറി മാറി നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. ഓ, ഞങ്ങളാ പെങ്കൊച്ചിന്റെ കാര്യം പറയുമായിരുന്നു. അതെന്നതാ ഇത്ര പറയാൻ? അവളെ റയാന്റെ പെണ്ണായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞതല്ലയോ? അതിന്റെ മണ്ടയിൽ കയറി നിങ്ങൾ എന്നാ പറയാനാ? അവൻ നെറ്റിച്ചുളിച്ചു. അതല്ലിച്ചായ, എന്നാലും നമ്മുടെ റയാനിതിന്റെ വലിയ കാര്യമുണ്ടായിരുന്നോ? ജീവിതത്തിൽ ആദ്യമായി കണ്ടൊരു പെണ്ണിന്റെ പേരിൽ പേരുദോഷവുമായി അതിപ്പോ അവന്റെ തലയിലുമായി. നീ എന്നതൊക്കെയാ ജെസ്സി ഈ പറയുന്നേ? നേരത്തെ ആ കൊച്ചവിടിരുന്ന് കരഞ്ഞപ്പോൾ നീയും കൂടി ചേർന്നല്ലയോ അതിനെ സമാധാനിപ്പിച്ചതൊക്കെ? എന്നിട്ട് പാതിരാത്രി അടുക്കളയിൽ കയറിയതിനെ കുറിച്ച് വേണ്ടാതീനം പറയുന്നു. റോബിൻ അവളെ നോക്കി കലിപ്പിച്ചു. ഞാൻ വേണ്ടാതീനമൊന്നും പറഞ്ഞില്ല. റയാൻ ഇഷ്ടപ്പെട്ട് കെട്ടിക്കൊണ്ടു വന്നതായിരുന്നേ അവളെ വീട്ടിലെ മാലാഖയല്ലായിരുന്നോ? പക്ഷേ ഇതിപ്പോ അങ്ങനെയാണോ? അവൾ എങ്ങനെയാ അവന്റെ ഗസ്റ്റ് ഹൗസിലെത്തിയത്? എങ്ങനെയാ അവന്റെ ഭാര്യയായത്? അതൊക്കെ ഓർക്കുമ്പോൾ ഇച്ചാന് ടെൻഷനൊന്നും തോന്നുന്നില്ലേ? ജെസിക്കയുടെ ചോദ്യത്തിന് മറുപടി ഇല്ലാഞ്ഞിട്ടെന്ന പോലെ തറഞ്ഞു നിന്നുപോയിരുന്നു റോബിൻ. ശരിയാണ്, അവൾ റയാന് വേണ്ടി വന്നവളല്ല. ഈ കുടുംബത്തിൽ നിന്ന് ആരും കൈപിടിച്ച് കയറ്റിയതുമല്ല. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അവർ ഭയക്കുന്നതിലും കാര്യമുണ്ട്. പക്ഷേ എന്നാടാ ഇപ്പൊ നിനക്കൊന്നും പറയാനില്ലേ? റൂബിയായിരുന്നു. നിങ്ങൾ പറഞ്ഞതൊക്കെ നേരാ മമ്മി. പക്ഷേ എനിക്ക് ആ കൊച്ചിനെയും അതിന്റെ പെരുമാറ്റവും ഒക്കെ കണ്ടിട്ട് അവൾ എങ്ങനെയൊന്നും ചെയ്യുമെന്ന് തോന്നുന്നില്ല. അതിനെ പെടുത്തിയതുപോലെയാ തോന്നുന്നേ. ആ, ഇച്ചാനല്ലേലും എല്ലാവരുടെയും നല്ല വശം മാത്രമേ കാണത്തുള്ളല്ലോ. നമ്മുടെ ചെക്കൻ്റെ ജീവിതമാ, അത് ഓർമ്മ വേണം. പറഞ്ഞിട്ട് ജെസ്സി ചവിട്ടിക്കുലുക്കി പുറത്തേക്ക് പോയി. രണ്ടും നമ്മുടെ തന്നെയല്ലയോ ജെസ്സി? മനസ്സിൽ അങ്ങനെയാണ് തോന്നിയതെങ്കിലും റോബിൻ അത് തുറന്നു പറഞ്ഞില്ല. അവൻ റൂബിയെ നോക്കിയപ്പോൾ ആ മുഖത്തും ടെൻഷൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ, മമ്മി ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. ഒടേ തമ്പുരാൻ എല്ലാം കണ്ടോണ്ടിരിക്കുവല്ലയോ. നമ്മൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്തിടത്തോളം അതിയാൻ നോക്കിക്കോളുമല്ല. മമ്മി ചെന്ന് കിടക്കാൻ നോക്കിയേ. പറഞ്ഞിട്ട് അവനും ജെസ്സിക്ക് പിന്നാലെ തങ്ങളുടെ മുറിയിലേക്ക് നടന്നു. റൂബി മുറിയിലേക്ക് വരുമ്പോൾ പോൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ഇച്ചായൻ കിടന്നില്ലായിരുന്നോ? അതെന്നാടി വെമ്പറോത്തി അങ്ങനെയൊരു ചോദ്യം? നിന്നെ കെട്ടിയിട്ടിപ്പോ കൊല്ലം 33 കഴിഞ്ഞു. ഇക്കാലം ഇടയ്ക്കെപ്പോഴെങ്കിലും നീ വരാതെ ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ടോ? പോളിന്റെ ചോദ്യം കേട്ടപ്പോൾ റൂബി അറിയാതെ ചിരിച്ചു പോയിരുന്നു. ഒരു നിമിഷം കൊണ്ട് മനസ്സിലുടക്കി വെച്ചിരുന്ന ആശങ്കകളൊക്കെയും ദൂരേക്ക് പറന്നകുന്നതുപോലെ അവർക്ക് തോന്നി.
അല്ലേലും ഈ മനുഷ്യന്റെ നെഞ്ചോരം ഉരുകി തീരാത്ത എന്നാതെണ്ണവാ തനിക്കുള്ളതെന്നൊരു പുഞ്ചിരിയോടെ അവരെ ഓർത്തു. അല്ല, നീ ഇതെവിടെയായിരുന്നു ഈ നേരം വരെ? മുഖം തുടച്ചിട്ട് തോർത്ത് സ്റ്റാൻഡിലേക്ക് വിരിച്ചിട്ട് അവരുടെ അരിയിലേക്ക് വന്നിരുന്നുകൊണ്ട് പോൾ ചോദിച്ചു. ഞാനും ജെസ്സിയും റോബിനും കൂടി വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. ആഹാ, എന്നതാ വിഷയം? വേറെന്നാ, ആ പെങ്കൊച്ചു തന്നെ. ഉള്ളിലെ അസ്വസ്ഥത വീണ്ടും തലപൊക്കിയിട്ടെന്ന വണ്ണം മുഖം ചുളിച്ചുകൊണ്ട് റോബി പറഞ്ഞു. ഓ, അതിനിപ്പം എന്നാ പറയാനാ? അതേതായാലും അങ്ങനെ അങ്ങ് നടന്നു. ഇനിയിപ്പോൾ രജിസ്റ്റർ ചെയ്യണം. പോൾ പറയുന്നത് കേട്ട് റൂബി അമ്പരപ്പോടെ അയാളെ നോക്കി. ഇച്ചായ, പെട്ടെന്നെടുത്ത് ചാടി അതൊക്കെ വേണോ? അതൊക്കെ വേണമെന്നോ? നീ എന്നാടി ഉദ്ദേശിക്കുന്നേ? പോളിന്റെ മുഖം ചുളിഞ്ഞു. അത് ഇച്ചായ, ആ പെങ്കൊച്ച് റയാന്റെ കൂടെ ഇണങ്ങി ജീവിക്കുമെന്ന് ഇച്ചായന് തോന്നുന്നുണ്ടോ? എനിക്കെന്തോ പേടി തോന്നുവാ ഇച്ചായ. നാടും നാട്ടുകാരും അറിഞ്ഞു കഴിഞ്ഞിട്ട് വല്ലതും സംഭവിച്ചാൽ. റൂബി! അവരത് പറഞ്ഞു പൂർത്തിയാക്കും മുമ്പ് തന്നെ ശാസനാരൂ സ്വരത്തിൽ പോളിന്റെ വിളി ഉയർന്നിരുന്നു. ആ പെങ്കൊച്ചിപ്പോ നമ്മുടെ റയാന്റെ പെണ്ണ. അവളുടെ കഴുത്തിൽ കിടക്കുന്നതും കെട്ടിയ മിന്ന. ഇതുവരെ നടന്നതൊക്കെ പോട്ടെ, ഇനി ആ മിന്ന് മറന്നിട്ട് അവളൊരു തെറ്റ് ചെയ്യത്തില്ല എന്ന് തന്നെയാ എന്റെ വിശ്വാസം. ആ വിശ്വാസം തെറ്റിയാൽ കളരിക്കലെ പോൾ സേവ്യറിന് പിന്നെ 3 മക്കളെ ഉണ്ടാവൂ. കുറച്ച സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞതും റൂബിയുടെ നെഞ്ചിലൊരു വെള്ളിടി വെട്ടി. ഒരു പെങ്കൊച്ചു വന്നതോടെ ഈ കുടുംബത്തിൽ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്നോർത്തിട്ട് അവരുടെ ഉള്ളു കാളി. പിറ്റേ ദിവസം രാവിലെ ആമി ഉണരുമ്പോൾ റയാൻ ബെഡിലുണ്ടായിരുന്നില്ല. ഇത്ര നേരത്തെയൊക്കെ അവന് ഉണരാറുണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ട് അവൾ പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. ബാത്റൂമിൽ കയറി മുഖമൊക്കെ കഴുകിയൊന്ന് ഫ്രഷായി പതിയെ പുറത്തേക്കിറങ്ങി. താഴെയൊന്നും ആരെയും കാണാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഊഹം വെച്ച് നേരെ അടുക്കളയിലേക്ക് വച്ചു പിടിച്ചു. ഞാൻ അകത്തോട്ട് വന്നോട്ടെ? അടുക്കളയിൽ പരസ്പരം വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് നിന്ന് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റൂബിയെയും ജെസ്സിയെയും കണ്ടതും ഒന്ന് മുരടനക്കിയിട്ട് അവൾ ചോദിച്ചു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയതും അടുക്കള വാതുക്കൽ നിൽക്കുന്ന പെണ്ണിനെ കണ്ട് ഇരുവരും പരസ്പരമൊന്ന് നോക്കി. വാ. റൂബി വിളിച്ചതും ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ അവർക്കരികിലേക്ക് ചെന്നു. ദാ, ആ ഫ്ലാസ്കിൽ ചായ ഒഴിച്ചു വെച്ചിട്ടുണ്ട്, ഒഴിച്ചു കുടിക്ക്. മുഖത്ത് വലിയ തെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും റൂബി പറഞ്ഞു. അത് മമ്മി, ഞാൻ കുളിക്കാതെ. പറഞ്ഞാൽ അവർക്ക് എന്ത് തോന്നിയിട്ടോ മറ്റോ പറയാൻ വന്നത് പാതിയിൽ നിർത്തിയിട്ട് മുഖം കുനിച്ചു നിൽക്കുന്നവളെ കാണെ റൂബിയുടെ ഹൃദയത്തിന്റെ കോണിലെവിടെയോ അലിവിന്റെ ഉറവ പൊട്ടിയിരുന്നു. പക്ഷേ അതൊന്നും മുഖത്ത് വരാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. റോണ, എടി റോണ! ആമി ഒന്ന് നോക്കിയിട്ട് അവരുച്ചത്തിൽ വിളിച്ചു. ഓ, എന്നതാ മമ്മി? എനിക്ക് കോളേജിൽ പോകണ്ടായോ? മമ്മി ഇങ്ങനെ കിടന്ന് കാറി വിളിച്ചാ? ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വരുന്നവളെ കാണെ ആമി ഒന്ന് ചിരിച്ചു. അവൾ കോളേജ് യൂണിഫോമിലായിരുന്നു അപ്പോൾ. അഴിച്ചിട്ട നീണ്ട മുടിയിഴകൾ വിടവുള്ള ചുവപ്പുകൊണ്ട് കോതി ഒതുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൾ. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലായോ പെണ്ണെ, മുടിയും അഴിച്ച് പടത്തിയിട്ടുകൊണ്ട് അടുക്കളയിലോട്ട് വന്ന് കയറരുതെന്ന്? അത് ശരി, ഇപ്പോൾ വന്നതാണോ കുറ്റം? മമ്മിയല്ലയോ ഇവിടെ കിടന്ന് കാറി വിളിച്ചത്? ഇനി വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ അതും കുറ്റം ആയേനെ. ആ, മതി മതി, കൂടുതൽ നാവിട്ടാട്ടണ്ട. ഓക്കെ മോം. അല്ല, എന്നാത്തിനാ വിളിച്ചത്? മുടി വാരി ഒതുക്കി കെട്ടിക്കൊണ്ട് അവൾ ചോദിച്ചു. ആ, നീ ഈ കൊച്ചിനെ വിളിച്ചോണ്ട് പോയി ഫ്രഷ് ആവാനുള്ളതൊക്കെ എടുത്തു കൊടുക്ക്. നിന്റെ ഡ്രസ്സ് അവൾക്കും പാകമായിരിക്കും. ആഹാ, അത്രയുള്ളോ? ഇച്ചേച്ചി വായോ. റോണ വേഗം ആമിയുടെ തോളിൽ കൂടി കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. ബൈ ദ ബൈ, ഇച്ചേച്ചി ഈ കാലത്തെ തന്നെ കുളിക്കണമെന്ന് എന്താ എത്ര നിർബന്ധം? അങ്ങനെ ശീലിച്ചു പോയി. അവളുടെ ചോദ്യം കേട്ട് നേർത്തൊരു ചിരിയോടെ ആമി മറുപടി പറഞ്ഞു. എന്നതൊക്കെ ആയാലും ഈ രാവിലെ കുളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചെകുത്താൻ കുരിശു കണ്ട പോലെയാ. വലിയ കാര്യത്തിൽ അവൾ പറയുന്നത് കേട്ട് ആമി പുഞ്ചിരിച്ചു. അപ്പോഴേക്കും അവർ റോണയുടെ മുറിയിലെത്തിയിരുന്നു. ഇച്ചേച്ചിക്ക് ഫ്രഷ് ആവാൻ വേണ്ടതൊക്കെ ആയല്ലോ. അപ്പോൾ ചെന്ന് കുളിക്ക്. എനിക്ക് പോകാറായി. ഞാൻ റെഡിയാവാൻ നോക്കട്ടെ. അവൾക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ട് റോണ ഒരുങ്ങാൻ പോയതും ആമി പതിയെ റയാന്റെ മുറിയിലേക്ക് തന്നെ പോന്നു. അപ്പോഴും അവനവിടെ ഉണ്ടായിരുന്നില്ല. ഇനി വരുന്നതിന് മുന്നേ കുളിച്ചിട്ട് പുറത്തേക്ക് പോകണമെന്ന് ഉറപ്പിച്ച് ആമി വേഗം ബാത്റൂമിലേക്ക് കയറി. കുളിയൊക്കെ കഴിഞ്ഞ് വീണ്ടും അടുക്കളയിലെത്തുമ്പോഴേക്കും റൂമിയും ജെസ്സിയും കൂടി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കി കഴിഞ്ഞിരുന്നു. കുളിച്ചില്ലേ? ഇനി ചായ കുടിക്കാമല്ലോ? ചോദ്യത്തിനൊപ്പം തന്നെ കപ്പിലേക്ക് പകർത്തിയ ചായ അവളുടെ മുൻപിലേക്ക് നീക്കി വെച്ചിരുന്നു റൂബി. അത് കണ്ട് മറുപടി കിട്ടില്ലെന്നറിയാമായിരുന്നിട്ടും ആമി ഒരു പുഞ്ചിരിയോടെ ചായ കയ്യിലെടുത്തു. മമ്മി! ആവി പറക്കുന്ന ചായ ചുണ്ടോട് ചേർക്കാനൊരുങ്ങിയതും പെട്ടെന്നെന്തോ ഓർത്തതുപോലെ അവൾ വിളിച്ചു. കറി പകർത്തി വെച്ചുകൊണ്ട് നിന്നിരുന്ന റൂബി ചോദ്യഭാവത്തിൽ അവളെ നോക്കി. അല്ല, അത് പിന്നെ ആളെ രാവിലെ മുതൽ കാണുന്നില്ലല്ലോ. ആരെ? അല്ല, ഇച്ചായൻ. ഞാൻ ഉണർന്നപ്പോഴേ റൂമിൽ കണ്ടില്ല. വിക്കി വിക്കി അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. പെട്ടെന്ന് അവൾ അങ്ങനെ ചോദിച്ചു കേട്ടതും തൻ്റെ നെഞ്ചിലൊരു തണുപ്പ് വീണതുപോലെ തോന്നി റൂബിക്ക്. റയാൻ ജിമ്മിലുണ്ട്. മുകളിലെ ബാൽക്കണിയുടെ സൈഡിലുള്ള റൂമാ. കൊച്ചവന് ചായ കൊടുത്തിട്ട് വായോ. ചുണ്ടിൽ വിരിഞ്ഞു പോയ കുഞ്ഞു പുഞ്ചിരി ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് റൂബി പറഞ്ഞതും ആമിയുടെ നെഞ്ചിലൊരു കൊള്ളിയാൻ മിന്നി.
കാണാഞ്ഞതുകൊണ്ട് ഉള്ളിലെവിടെയോ തോന്നിപ്പോയത് ആകാംക്ഷയുടെ പുറത്ത് ചോദിച്ചു പോയതാണ്. പക്ഷേ അവന്റെ അടുത്തേക്ക് പോണമെന്ന് ഓർത്തപ്പോൾ അവളുടെ ഉടൽ വിറച്ചു. ജിമ്മിലെ കസരത്ത് കഴിഞ്ഞിട്ടുണ്ടാവും, വേഗം ചായ കൊണ്ട് കൊടുക്ക്. റൂബി ഓർമ്മിപ്പിച്ചതും അനുസരണയുള്ളത് കുട്ടിയെപ്പോലെ കപ്പിലേക്ക് ചായ പകർന്നെടുത്തുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇതിനെ അങ്ങോട്ട് പിടികിട്ടുന്നില്ലല്ലോ മമ്മി. നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഇഷ്ടക്കേടൊന്നും റയാനോട് അവൾക്കുള്ളതായിട്ട് തോന്നുന്നില്ലല്ലോ. അവൾ പുറത്തേക്ക് പോയതും ചെയ്തുകൊണ്ടിരുന്ന ജോലി പാതിക്കെട്ടുകൊണ്ട് റൂബിയുടെ അടുത്തേക്ക് വന്ന ജെസ്സി ചോദിച്ചു. ഞാനും അതാ ഓർത്തത്. സ്നേഹിച്ചവന്റെ ചേട്ടന്റെ ഭാര്യയാകേണ്ടി വന്നിട്ടും അവൾക്കൊരു കുലുക്കവുമില്ലല്ലോ. എന്തായിരിക്കും ഈ പെണ്ണിന്റെ മനസ്സിൽ? റൂബി ആരോടെന്നില്ലാതെ പറഞ്ഞു. ഈ സമയം റയാനുള്ള ചായയുമായി മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറുകയായിരുന്നു ആമി. എന്റെ കൃഷ്ണ, രാവിലെ മുതൽ കാണാഞ്ഞപ്പോൾ തോന്നിപ്പോയൊരു ആകാംക്ഷയിൽ ചോദിച്ചു പോയതാ. പക്ഷേ ഇങ്ങനൊരു പണി കിട്ടുമെന്ന് മനസ്സിൽ പോലും വിചാരിച്ചില്ല. ഇതിപ്പോ എങ്ങനെ മുന്നിലോട്ട് ചെല്ലും? ചായക്കപ്പ് മുറുകെ പിടിച്ചുകൊണ്ട് സ്റ്റെയർകേസിൽ നിന്നുകൊണ്ട് അവൾ ആലോചിച്ചു. പക്ഷേ പോകാതെ പറ്റില്ല എന്ന ബോധം വന്നതും പതിയെ മുകളിലേക്ക് തന്നെ കയറി. റൂബി പറഞ്ഞ മുറിയുടെ മുന്നിലെത്തിയതും അവളുടെ കൈയും കാലും വിറച്ച് തൊണ്ട വരളാൻ തുടങ്ങിയിരുന്നു. എന്റെ കൃഷ്ണ, കൂടെ കാണണേ. മനസ്സിൽ നിറഞ്ഞ പ്രാർത്ഥനയോടെ അവൾ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി. ഉള്ളിലേക്ക് കടന്നതും അവിടെ കണ്ട കാഴ്ചയിൽ ആമിയുടെ കണ്ണുകൾ മിഴിഞ്ഞു. ഒരു ട്രാക്ക് പാൻറ്റും സ്ലീവ്ലെസ് ടീഷർട്ടും ഇട്ട് നിലത്ത് കമഴ്ന്നു കിടന്ന് പുഷപ്പ് ചെയ്യുന്ന റയാൻ. അവന്റെ ഉറച്ച പേശികളിലൂടെ വിയർപ്പ് ചാലിട്ടൊഴുകിക്കൊണ്ടിരുന്നു. മുഖത്തേക്ക് വീണുകിടക്കുന്ന മുടിയിഴകൾ പോലും വിയർപ്പിൽ കുതിർന്നിരുന്നു. ആ നിൽപ്പിൽ അവന്റെ പുറംഭാഗത്തെ മസിൽ നോക്കി നിൽക്കുമ്പോൾ ആമി അറിയാതെ ഉമിനീരിറക്കിപ്പോയി. പുഷപ്പ് മതിയാക്കി എണീക്കാൻ തുടങ്ങുമ്പോഴായിരുന്നു റയാൻ തൊട്ടു മുന്നിൽ തന്റെ ശരീരത്തിലേക്ക് തന്നെ നോക്കി അന്തം വിട്ടു നിൽക്കുന്ന പെണ്ണിനെ കണ്ടത്. അവൻ കലിയോടെ മുരണ്ടു. കാലിൽ ആരോ പിടിച്ചു വലിക്കും പോലെ തോന്നിയപ്പോഴാണ് ആമി ഞെട്ടലോടെ സ്വബോധത്തിലേക്ക് വന്നത്. പക്ഷേ അപ്പോഴേക്കും നിലത്തുനിന്ന് കാലുകൾ പറഞ്ഞ് നടുതല്ലിയവൾ തറയിലേക്ക് വീണത്.